ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുരാ ദൈവാസുരേ സംഗരേ ത്വൽകൃത്ത അവികർമ്മശേഷവശതോ യേതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചാമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. സാന്ദ്രാനന്ദതനോ, നാരായണീയം തുടങ്ങുന്നതിനെ സാന്ദ്രാനന്ദാവബോധാത്മകം, സാന്ദ്രാനന്ദം വെച്ചിട്ടാണ്. അപ്പൊ ഇതില് ഭാഗവതത്തിലാണെങ്കിലും നാരായണീയത്തിലാണെങ്കിലും ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കണ ആ അവതാരമാണ് ഏറ്റവും പൂർണ്ണതമമായിട്ടുള്ളത്, ആനന്ദത്തിന്റെ നിറവ് ഉള്ളത്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആനന്ദക്കട്ട, അതായത് സാന്ദ്രം എന്ന് പറഞ്ഞാല് കട്ട പിടിച്ച എന്നാണ് അർത്ഥം. എന്താണ് കട്ട പിടിച്ചത്? ആനന്ദം കട്ട പിടിച്ചാൽ. ആനന്ദം കട്ട പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നറിയണമെങ്കിൽ ഭഗവാന്റെ രൂപം നോക്കിയാൽ വപു. സാന്ദ്രാനന്ദ തനു, തനു എന്ന് പറഞ്ഞാൽ ശരീരം, വപുസ്. അങ്ങനെ ആനന്ദം ശരീരം പൂണ്ടു വന്നാൽ എങ്ങനെ ഇരിക്കും? അത് ഭഗവാനെ നോക്കിയാൽ മതി. അതാണ് സാന്ദ്രാനന്ദതനോ ഹരേ. അങ്ങനെയുള്ള ഹരേ, അങ്ങയുടെ നനു പുരാ ദൈവാസുരേ സങ്കരേ. പുരാ എന്ന് പറഞ്ഞ പണ്ട്, ദൈവാസുരേ സങ്കരേ, ദേവന്മാരും അസുരന്മാരും തമ്മില് സങ്കരം എന്ന് പറഞ്ഞ യുദ്ധം, ദേവാസുര യുദ്ധത്തില് ത്വത്കൃത്ത അപി, അങ്ങയാൽ വധിക്കപ്പെട്ടിട്ടും, കൃത്ത എന്ന് പറഞ്ഞ മുറിക്കപ്പെട്ട് അല്ലെ കൊല്ലപ്പെട്ട അസുരന്മാര് കർമ്മശേഷവശതോ, കർമ്മം അവശേഷിക്ക കൊണ്ട്, ഏതേ ന യാഥാഗതിം, യാതൊരുത്തരൊക്കെയാണോ ഗതിയില്ലാതെ, അതായത് മോക്ഷം കിട്ടാതെ ഉള്ളവര്, അതായത് ഭഗവാനാൽ നിഗ്രഹിക്കപ്പെട്ടാൽ പോലും കർമ്മം അവശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും, മോക്ഷം പ്രാപിക്കുകയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം, എന്തെങ്കിലും ഒന്ന് നേടണമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ആഗ്രഹം വന്നാൽ അതിന് പൂർത്തീകരണം വന്നാലേ കർമ്മം തീരുകയുള്ളൂ. അപ്പോൾ അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. തുടങ്ങി വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സുകൃതമായാലും ദുഷ്കൃതമായാലും അതൊക്കെ പൂർണ്ണമായിട്ട് തീർന്നാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. തേഷാം ഭൂതല ജന്മനാം, അങ്ങനെയുള്ള ആ ജീവന്മാരെല്ലാം, അസുര ജന്മങ്ങളെല്ലാം ഭൂമിയിൽ ജനിച്ചു. ആരിലാണ് ജനിച്ചത്? ദിതിഭുവാം, ദിതിയിൽ ദൈത്യനായിട്ടാണ് ജനിക്കുന്നത്. അസുരന്മാരാണ്, അതുകൊണ്ട് ദിതിയുടെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. ഭാരേണ ദൂരാർദിത, അവര് ദുഷ്ട ആത്മാക്കളാണ്, അല്ലെ ദുഷ്ടജീവന്മാരാണ്. ജനിച്ചാൽ ചെയ്യുന്ന പ്രവൃത്തികള് ദുഷ്ടതയാണ്. അങ്ങനെ ദുഷ്ടന്മാര് ഭൂമിയോട് പ്രകൃതിയോട് സ്നേഹമുള്ളവരായിരിക്കില്ല. ഭൂമിയിൽ നിന്നെല്ലാം കവർന്നെടുക്കണം എന്നല്ല, കവർന്നെടുക്കണം എന്നാണ് അവർക്ക് തോന്നുക. അങ്ങനെയുള്ളവര് ഭൂമിക്ക് ഭാരമാണ്. അങ്ങനെയുള്ളവരുടെ ഭാരം കൊണ്ട് ഭാരേണ ദൂരാർദിത, വളരെയധികം ക്ലേശിച്ചു. ഭൂമിദേവി വളരെയധികം അവരുടെ ഭാരം കൊണ്ട് വളരെയധികം ക്ലേശിച്ചു. ദൂരാർദിത, അർദിത എന്ന് പറഞ്ഞാല് ക്ലേശിക്കുക. ഭൂമിദേവി എന്ത് ചെയ്തു? ഭൂമിഹി പ്രാപവിരിഞ്ചമാശ്രിതപദം, ഭൂമി എന്നിട്ട് വിരിഞ്ചനെ, അതായത് ബ്രഹ്മാവിനെ, ബ്രഹ്മാവിനെ പ്രാപിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് ആശ്രിതപദം, ബ്രഹ്മാവിനെ സമാശ്രയിച്ചു. ഞാന് ഈ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് വല്ലാതെ ക്ലേശിക്കുന്നു, ഞാൻ ഈ വീണുപോകും, കാരണജലത്തിലേക്ക് വീണു പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. അപ്പോഴെന്താണ്? ദേവൈഹി പുരൈവാഗതൈഹി, അവിടെ ദേവന്മാര് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത്. ഈ അസുരന്മാരുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക്
നിവൃത്തിയില്ലാതായിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു മോചന മാർഗം അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ദേവന്മാര് നേരത്തെ തന്നെ ബ്രഹ്മാവിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഭൂമിദേവി തൻ്റെ നിവേദനവും കൊണ്ട് എത്തിച്ചേരുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദുർജന ഭൂരിഭാരമധിതാം പാദോനിധൗ പാദുകാം ഏതാം ബാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യൗ ഭവന്തം ഹരേ. ആഹാ ദുർജന ഭൂരിഭാരമധിതാം, അയ്യോ ദുഷ്ടന്മാരായ അസുരന്മാരുടെ കനത്ത ഭാരത്താൽ നന്നേ ഞെരുക്കപ്പെട്ട ഭൂമിദേവി പാദോനിധൗ പാതുകാം, സമുദ്രജലത്തിൽ അതായത് കാരണജലത്തിൽ ചെന്ന് വീഴാറായ പാതുകാം, പാദോനിധൗ എന്ന് പറഞ്ഞാല് കാരണജലത്തിൽ പാതുകാം വീഴാറായി നിൽക്കുകയാണ്. ഏതാം പാലയ, അങ്ങനെയുള്ള എന്നെ രക്ഷിക്കണമേ, പാലിക്കണമേ. ഹന്തമേ വിവശതാം, ഞാൻ അത്യന്തം വിവശയായിരിക്കുന്നു. ഇമാൻ ദേവാൻ സംപൃച്ഛ, ഈ ദേവന്മാരോട് ചോദിച്ചു നോക്കൂ, ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് അവരോട് ചോദിച്ചാൽ മതി, അറിയാം. സംപൃച്ഛ, പൃച്ഛ എന്ന് പറഞ്ഞാൽ സമ്യക്കായ വിധം അവരോട് ചോദിക്കൂ, അവര് പറയും. ദേവന്മാർക്കറിയാം എന്റെ വിഷമം. ഇത്യാദി പ്രചുര പ്രലാപ വിവശ, അങ്ങനെ പലതും പറഞ്ഞ് വൈവശ്യത്തോടെ നിൽക്കുന്ന ഭൂമിദേവിയെ ബ്രഹ്മാവ് ഒന്ന് നന്നായി നോക്കി. ആലോക്യ എന്ന് പറഞ്ഞ നോക്കിയിട്ട് ധാതാ മഹീം, ധാതാ എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, മഹീം എന്ന് പറഞ്ഞ മഹിയെ ഭൂമിയെ ഒന്ന് നോക്കി. ദേവാനാം വദനാനി വീക്ഷ്യ, ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്കും അദ്ദേഹം നോക്കി. അല്ലയോ ഹരേ, അങ്ങേ ധ്യാനിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. ഊചേ ചംബുജഭൂരമൂനൈസുര സത്യം ധരിത്ര്യാവചോ നന്മസ്യാ ഭവതാം ചരക്ഷണ വിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതിരം സാഗം തവാകേതനം. ഊചേ ചംബുജഭൂരമൂനൈസുര സത്യം ധരിത്ര്യാവചോ, അംബുജഭൂ, അംബുജഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അമൂൻ ഊചേച, ബ്രഹ്മാവ് ഇവരോട് അതായത് ദേവന്മാരോട് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? അല്ലയോ ദേവന്മാരെ, ഈ ഭൂമിദേവി പറഞ്ഞത് പരമാർത്ഥമാണ്, എനിക്ക് മനസ്സിലായി. നനു അസ്യാഹ ഭവതാം ച രക്ഷണ വിധൗ, ഈ ഭൂമിദേവിയുടെയും എന്നല്ല നിങ്ങളുടെയും പരിപാലന കർമ്മത്തിങ്കൽ സമർത്ഥനായിട്ടുള്ളത് ദക്ഷഃ, രക്ഷണവിധൗ ദക്ഷഃ, രക്ഷിക്കാൻ സമർത്ഥനായിട്ടുള്ളത് ലക്ഷ്മീപതി, ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. സർവപുരസ്സരാഹ, സർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും, അപ്പോ ശിവനും ബ്രഹ്മാവും ദേവന്മാരെല്ലാവരും പിന്നെ ഭൂമിദേവിയും ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഇതഹ പയോവാരിധിം, ഇതഹ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്, പയോവാരിധി, പയസ് എന്ന് പറഞ്ഞാൽ പാല്, വാരിധി കടൽ അല്ലെ സമുദ്രം, അതായത് പാലാഴിയിലേക്ക് ചെന്നു. ഗത്വാ ചെന്നിട്ട്, ജവാത്തം ഇവിടെ പെട്ടെന്ന്, അതായത് താമസമൊന്നുമില്ലാതെ, ജവാദ് താമസിയാതെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു സ്തുതിക്കണം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ബ്രഹ്മാവ് പറഞ്ഞത് എന്താണ്? ശിവനെ മുൻനിർത്തി നമുക്ക് ശിവനെ മുമ്പിൽ നിർത്തുക, നേതാവാക്കി നിർത്തുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം, അല്ലാതെ വേറെന്താണ് വഴിയുള്ളത്? ഭഗവാൻ തന്നെ നമുക്ക് എല്ലാ സങ്കടങ്ങളും നീക്കി തരും. നമുക്ക് ആശ്രയിക്കാനുള്ളത് ഭഗവാനെ മാത്രമാണ്. ഭഗവാനെ സ്തുതിച്ചാൽ ഭഗവാൻ വേണ്ടത് ചെയ്തു തരും. നത്വാ
തം സ്തുമഹേ, സ്തുതിക്കുക. ഇത് സാകം തവ ആകേതനം യയുഹു എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. പാലാഴി തീരത്തേക്ക് ഇവരെല്ലാരും കൂടി എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തേ മുക്താനിലശാലി ദുഃഖജലധേ തീരം ഗതാ സംഗതാ യാവത് ത്വത്പദ ചിന്തനൈക മനസ താവൽ സപാധോ ജഭൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്നു ജീവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാകർണ്യതാം. തേ ദുഃഖജലധേഃ മുക്താനിലശാലി തീരം ഗതാഃ. തേ അവർ, അതായത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മാവും ശിവനെ മുൻനിർത്തി ബ്രഹ്മാവ്, ദേവന്മാര്, ഭൂമിദേവി ഇവരെല്ലാവരും കൂടി ഇളം കുളിർകാറ്റുള്ളതായ പാലാഴിക്കരയിൽ ചെന്ന് മുക്താനിലശാലി, അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, ഇളം കാറ്റ് ഉള്ള ആ പാലാഴിക്കരയിൽ ചെന്നിട്ട് ത്വത്പദ ചിന്തനൈക മനസഹ, അങ്ങയുടെ, ത്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, പദം, പദം എന്ന് പറഞ്ഞാൽ പാദം, തൃപ്പാദം, ചിന്തനൈക മനസ, ആ മനസ്സ്, ആ പാദങ്ങളെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നപ്പോഴേക്കും എല്ലാവരും ഒരേ മനസ്സോടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചപ്പോൾ ആ ബ്രഹ്മാവ് അങ്ങയുടെ അരുളപ്പാട് സ്വന്തം ഹൃദയത്തിൽ കേട്ടു. ത്വദ്വാചം ഹൃദയേ നിശമ്യ, ബ്രഹ്മാവിന്റെ മനസ്സിൽ ഭഗവാന്റെ വാക്കുകള് കേൾക്കപ്പെട്ടു, ബ്രഹ്മാവിന്റെ മനസ്സിൽ കേട്ടു. ബ്രഹ്മാവ് തന്റെ മനസ്സിൽ അങ്ങയുടെ വാക്കിനെ ശ്രവിച്ചു. സകലാനന്ദയന്നു ജീവാൻ, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്, ആനന്ദയൻ എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിച്ചുകൊണ്ട്, സകല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് ആ വാക്കുകളെ പറഞ്ഞു. ഭഗവാന്റെ വാക്കുകളെ തന്റെ ഹൃദയത്തിൽ കേട്ടിട്ട് അവയെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ബ്രഹ്മാവ് പറഞ്ഞു. പരമാത്മനാ സ്വയമഹമാഖ്യാത, പരമാത്മാവ് നേരിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം, ആ പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ബ്രഹ്മാവ് പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർനഭൈ തൽക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാഥോജഭൂരുചിവാൻ. പാഥോജഭൂ, പാഥോജഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ഇതി, ഇങ്ങനെ. ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ഭഗവത് വചനത്തെ ആഖ്യാനം ചെയ്തു. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്ന ഭഗവാന്റെ ആ വാക്കുകളെ ബ്രഹ്മാവ് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ദിവിഷദാം ഭൂമേഹേ ച ഭീമൈഹി, ദേവന്മാർക്കും ഭൂമിദേവിക്കും. ഭൂമേഹേ, ദിവിഷദാം എന്ന് പറഞ്ഞ ദേവന്മാർക്ക്, ഭൂമേഹേ എന്ന് പറഞ്ഞ ഭൂമിദേവിക്ക്. ച ഭീമൈഹി നൃപൈഹി, ഭയങ്കരന്മാരായ ദുഷ്ടന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള കഷ്ടപ്പാടിനെ ഞാൻ നന്നായി അറിയുന്നു. ജാനേ, അഹം ജാനേ, ഞാൻ അറിയുന്നു. സഹ അഹം തൽക്ഷേപായ യാദവകുലേ സമഗ്രാത്മനാ ഭവാമി, ആ ഞാൻ, അതറിയുന്ന ഞാൻ ആ രാജാക്കന്മാരെ നിർമൂലനം, അവരെ വധിക്കാനായിട്ട്, അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് യാദവ വംശത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട്, അംശാവതാരമല്ല പരിപൂർണ സ്വരൂപനായിട്ട് ജനിക്കുന്നുണ്ട്. ദേവന്മാരും ദേവാഹ ദേവാംഗനാഹ ച, ദേവാഹ എന്ന് പറഞ്ഞ ദേവന്മാര്, ദേവാംഗനാഹ എന്ന് പറഞ്ഞ ദേവ സ്ത്രീകള് എന്നെ മത്സേവാർത്ഥം, അവർക്ക് എന്നെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഭൂമിയിൽ അവതരിക്കാം, ഭൂമിയിൽ ജനിക്കാം.
അവനൗ മത്സേവാർത്ഥം അവനൗ അവനിയിൽ ഭൂമിയിൽ വൃഷ്ണികുലേ കലയാ ഭവന്തു വൃഷ്ണികളുടെ കുലത്തിൽ അവരുടെ അംശങ്ങളെ കൊണ്ട് ചെന്ന് പിറക്കണം, എന്നെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ വന്ന് പിറക്കുക എന്നും ഭഗവാൻ അരുളി ചെയ്തു എന്ന് ബ്രഹ്മാവ് ദേവന്മാരോടും ഭൂമിദേവിയോടും പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. ശ്രുത്വാ കർണരസായനം തപവച സർവേഷു നിർവാപിത സ്വാന്വേഷീഷഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഃ രാജാ സശൂരാത്മജ. ഈശ കർണരസായനം തവ വച. ഈശ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ നാഥ, ഗുരുവായൂരപ്പ, കാതുകൾക്ക് രസായനം തന്നെയായ അവിടുത്തെ അരുളപ്പാട് കേട്ടിട്ട് ഉള്ളുകുളിർത്തവരും അങ്ങയുടെ കാരുണ്യാമൃതത്താൽ തൃപ്തിപ്പെട്ട മനസ്സോടുകൂടിയവരുമായിട്ട് താവക കൃപാപീയൂഷം, പീയൂഷം എന്ന് പറഞ്ഞ അമൃതാണ്, അങ്ങയുടെ കൃപാപീയൂഷം, അങ്ങയുടെ കൃപയാകുന്ന അമൃത് കൊണ്ട് തൃപ്താത്മസു ആത്മാവ് തൃപ്തി പ്രാപിച്ചവരുമായിട്ട് സർവേഷു ഗതേഷു എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് പോയി. ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭവൽ സാന്നിധ്യ പുണ്യോത്തരേ അങ്ങയുടെ സാന്നിധ്യം ഹേതുവായിട്ട് പുണ്യോത്കൃഷ്ടമായതും വിഖ്യാതേ മധുരാപുരേ പ്രസിദ്ധമായിട്ടുള്ള മധുരാപുരിയിൽ ശൂരാത്മജ ശൂരന്റെ പുത്രനായ സഹ രാജാ ധന്യാം ദേവകനന്ദനാമുദവഹത് കില. ശൂരന്റെ പുത്രനായ ആ രാജാവ്, അതായത് വസുദേവൻ, ഭാഗ്യവതിയായ ദേവകപുത്രിയെ, അതായത് ദേവകിയെ വിവാഹം ചെയ്തു പോലും. ഉദവഹത് കില എന്ന് പറഞ്ഞാൽ, ഉദവഹത് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു പോലും, കില എന്ന് പറഞ്ഞാൽ പോലും. അടുത്ത ശ്ലോകം നോക്കാം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയൻ വേദൗ സൂതതയാ ഗതപതിരതേ വ്യോമോദ്ധയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്ദേതി ഹന്ദേരിത സന്ദ്രാസാൽ സദുഹന്തു മന്ദിഗഗതാം തന്മീം കൃപാണീമഥാ. ഉദ്വാഹാവസിതൗ അഥ ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ, അഥ എന്ന് പറഞ്ഞ പിന്നീട്, തദീയ സഹജഃ ആ ദേവകിയുടെ സഹോദരനായ, സഹജൻ എന്ന് പറഞ്ഞ സഹോദരൻ, കംസൻ എന്നു പേരുള്ള ആ അസുരൻ, ഏതൗ ഇവരെ നന്നായി മാനിച്ചുകൊണ്ട്, സമ്മാനയൻ ഏതൗ സമ്മാനയൻ ഇവരെ മാനിക്കുന്നതിനായിട്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കു വേണ്ടി, സൂതതയാ ഗതഃ അവരുടെ സൂതനായിട്ട്, അവരുടെ രഥമോടിക്കുന്നവനായിട്ട് അവരുടെ കൂടെ പോയി. പതിരഥേ വഴിക്ക് അങ്ങനെ തേര് ഓടിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി തേരോടിച്ചുകൊണ്ട് പോകുന്ന ആ കംസൻ കേൾക്കാനിടയായി. എന്താണ് കേട്ടത്? അതിദുഷ്ടം ത്വാം അസ്യാഹ അഷ്ടമസുതഃ അതിദുഷ്ടനായ നീയ് ആരെയാണോ ഈ കൊണ്ടുപോകുന്നത്, അവളുടെ 8ാമത്തെ പുത്രൻ, അസ്യാഹ അഷ്ടമസുതഃ അവളുടെ 8ാമത്തെ മകൻ, ഹന്ത ഇതി വ്യോമോദ്ധയാ ത്വദ്ഗിരാ ഹന്ത ഈരിതഃ അവളുടെ അതായത് ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നിങ്ങനെയുള്ള ഭഗവാന്റെ അശരീരിയാൽ കഷ്ടമേ ക്ഷോഭിച്ച ആ കംസൻ നന്നെ പേടിച്ച്, തന്റെ ജീവൻ പോകുന്ന കാര്യമാണ് പറയണതേ, അത് കേട്ടപ്പോ വല്ലാതെ പേടിച്ചു. അടുത്തു തന്നെ വർത്തിച്ചിരുന്ന ആ സാധു സ്ത്രീയെ, സ്വന്തം സഹോദരിയെ, അതായത് ദേവകിയെ കൊല്ലാനായിട്ട് വാളുറയിൽ നിന്ന് ഊരിയെടുത്തു എന്നാണ് ഈ ശ്ലോക. സന്ത്രാസം എന്ന് പറഞ്ഞാൽ ഉണ്ടായ സംഭ്രമം, തന്റെ ജീവൻ പോകുന്ന കാര്യം കേട്ടപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വെപ്രാളം, അതിൽ നിന്ന് അദ്ദേഹം തന്റെ വാളൂരി സഹോദരിയെ വെട്ടാനായിട്ട് തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃപാണി എന്ന് പറഞ്ഞ വാൾ,
കൃപാണം, കൃപാണം എടുത്ത് ധരിച്ചു. കൃപാണി മഥാത്, മഥാത് എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്തു, വാള് കയ്യിലെടുത്തു. അടുത്ത ശ്ലോകം നോക്കാം. ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈ നോമുഞ്ജൻ പുനരാത്മജാർപ്പണഗിര പ്രീതോധയാതോ ഗൃഹാൻ ആദ്യം ത്വൽ സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണ ദൃഷ്ടാ ഹി ധീരേ കദാ. ഗൃഹ്ണാനശ്ചികുരേഷു, ഗൃഹ്ണാന എന്ന് പറഞ്ഞാൽ പിടിച്ചു. എവിടെയാണ് പിടിച്ചത്? ചികുരം, മുടിയിൽ, മുടിയിൽ പിടിച്ചു. താം ഖലമതി, ആരുടെ മുടിയിലാണ് പിടിച്ചത്? ദേവകീ ദേവിയുടെ, അതായത് തൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദേവകീ ദേവിയുടെ മുടിയില് കംസൻ കയറിപ്പിടിച്ചു. ശൗരേശ്ചിരം സാന്ത്വനൈഹി, ശൗരേ, ശൗരി എന്ന് പറഞ്ഞാൽ വസുദേവര്, ശൂരസേനന്റെ മകനായിട്ടുള്ള വസുദേവര്, അതുകൊണ്ടാണ് ശൗരി എന്ന് പേര് വരുന്നത്. ശൂരസേനന്റെ മകനായതുകൊണ്ട് ശൗരി എന്ന പേരുമുണ്ട്. അങ്ങനെയുള്ള ആ വസുദേവര് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന്, ദുഷ്ടകർമ്മത്തിൽ നിന്ന് നിവൃത്തനാക്കാൻ ശ്രമിച്ചു. സാന്ത്വനേഹി, സാന്ത്വന വചസ്സുകൾ പറഞ്ഞു. എല്ലാവർക്കും മരണം ഉറപ്പല്ലേ, ഇപ്പോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയില്ലേ, അങ്ങ് അതില് വിഷമിക്കണ്ട, സംഭവിക്കാനുള്ളത് സംഭവിക്കും എന്നൊക്കെ ഒത്തിരി തത്വോപദേശമൊക്കെ നടത്തി. നോ മുഞ്ചൻ, അതിൽ നിന്നും അദ്ദേഹം ആ വാക്കുകൾ കൊണ്ടൊന്നും പിന്തിരിഞ്ഞില്ല. നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിര, അവസാനം അറ്റ കൈക്ക് ഇയാളെ ഒന്ന് പിന്തിരിപ്പിക്കണം, തൽക്കാലം ദേവകീ ദേവിയെ ഒന്ന് രക്ഷിക്കണം, ഈ അപായത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ വസുദേവര് ഒന്ന് കണ്ണടച്ചു. അതായത് ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ ദേവകി ഇപ്പോൾ മരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇനി എന്താണ് വേണ്ടത് എന്ന് വിചാരിച്ച് കണ്ണടച്ചപ്പോൾ ഭഗവാൻ ഉള്ളിൽ തോന്നിപ്പിച്ചു, ഇവളിൽ ഉണ്ടാവുന്ന എല്ലാ കുട്ടികളെയും ഇവള് കൊല്ലുമെന്നല്ലല്ലോ പറഞ്ഞത്, ഇവളില് ഉണ്ടാവുന്ന 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നല്ലേ, അതുകൊണ്ട് 8ാമത്തേതാക്കണ്ട, ഉണ്ടാവുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. പുത്രാൻ സമർപ്പയിഷ്യേഹം നോ മുഞ്ചൻ ആത്മജാർപ്പണഗിര. ആത്മജൻ എന്ന് പറഞ്ഞ പുത്രൻ. അവളെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ, അവളുടെ മുടിയിലെ പിടുത്തം വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ മക്കളെയെല്ലാം, ഉണ്ടാവുന്ന പുത്രന്മാരെ എല്ലാം സമർപ്പിക്കാം. അർപ്പണഗിര, അങ്ങനെ സമർപ്പിക്കാം എന്നുള്ള വാക്ക്, ഗിര എന്ന് പറഞ്ഞ വാക്ക്, എല്ലാ മക്കളെയും എല്ലാ പുത്രന്മാരെയും ഞാൻ സമർപ്പിച്ചു കൊള്ളാം എന്നുള്ള വാക്കില് സന്തോഷമുള്ളവനായി തീർന്നു. പ്രീതോധയാതോ ഗൃഹാൻ, അങ്ങനെ സന്തുഷ്ടനായ, സമാധാനമുണ്ടായ കംസൻ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ഇവരെ കൊണ്ടാക്കാനായിട്ട് വന്നതാണ്, പക്ഷെ ഇത് കേട്ടപ്പോൾ ആകെ മനസ്സസ്വസ്ഥമായി. എങ്കിലും മക്കളെ എല്ലാം സമർപ്പിച്ചു കൊള്ളാം എന്നുള്ളതിൽ നിന്ന്, ദേവകിയെ കൊല്ലുന്നതിൽ നിന്ന് നിവൃത്തനായി. പിന്നെ അവരുടെ കൂടെ പോയില്ല, സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. യാതോ ഗൃഹാൻ ആദ്യം ത്വൽ സഹജം, അങ്ങനെ ആദ്യം ഉണ്ടായ കീർത്തിമാൻ എന്ന് പേരിട്ടു എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. ആ കീർത്തിമാൻ എന്ന് പേരിട്ട ആ ആദ്യത്തെ പുത്രനെ ഉണ്ടായപടി തഥാർപ്പിതമപി, ഉണ്ടായപടി കീർത്തിമാൻ എന്ന് പേരിട്ടു, ജാതകർമ്മം ചെയ്തു. ദേവകീ ദേവി അങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാക്ക് പാലിക്കണം, അതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ പുത്രനെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ഹംസന് സമർപ്പിച്ചു. തഥാർപ്പിതമപി, കൊണ്ടുപോയി സമർപ്പിച്ചു. ത്വൽ സഹജം, അങ്ങയുടെ സഹോദരനാണ്, അങ്ങയുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. സ്നേഹേന നാഹന്നസൗ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ കംസന് തോന്നി ആ കുഞ്ഞ് എന്നെ അമ്മാമ എന്ന് വിളിക്കുന്ന പോലെ കംസന് തോന്നി. അങ്ങനെ തന്നെ അമ്മാമ എന്ന് വിളിക്കുന്നത് പോലെ കംസന് തോന്നി. അപ്പോൾ കംസൻ അപ്പോൾ വളരെ ദുഷ്ടന്മാർക്ക് ചില സമയത്ത് പുഷ്ടകരുണ, വലിയ വാത്സല്യവും കാരുണ്യവും ഒക്കെ തോന്നും. അതങ്ങനെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഭവിക്കുന്നതാണ്. ദൃഷ്ടാഹി ധീരേകത, ചില അവസരങ്ങളില്
ദുഷ്ടന്മാർക്ക് പോലും കാരുണ്യമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ, ഇവനെ ഞാൻ കൊല്ലുന്നില്ല, എനിക്ക് എട്ടാമത്തെ പുത്രനെ മതി, അതുവരെയുള്ള മക്കളെയൊക്കെ വളർത്തിക്കോളൂ, എട്ടാമത്തെ പുത്രനെ മാത്രം തന്നാ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സഹോദരിയെ ഭർത്താവിനെ യാത്രയാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വധ കൃതേ ഭാവീസുര പ്രാർത്ഥനാ ഇത്യാകർണ്യയദൂനദൂരുദനസൗ ശൗരേശ്ച സൂനൂനഹൻ. താവത്വന്മനസാ, അങ്ങനെ സംഭവിച്ചപ്പോ, അതായത് ഈ ദുഷ്ടന് കാരുണ്യം തോന്നിയ ബുദ്ധിമുട്ടാണ്, ഇവനെ കൊല്ലാൻ പറ്റില്ല, പിന്നെ അവന്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ട്, പക്ഷെ ചില സമയത്ത് കാരുണ്യമുള്ള പ്രകൃതം കാണാൻ സാധിച്ചു. അപ്പോ ഭഗവാന്റെ മനസ്സുകൊണ്ട് തന്നെ, ഭഗവാൻ വിചാരിച്ചിട്ട് തന്നെ എന്ത് ചെയ്തു, അവിടുത്തെ അന്തർഗതം അനുസരിച്ച് തന്നെ, ത്വന്മനസാ, അങ്ങയുടെ മനസ്സുകൊണ്ട് തന്നെ, ത്വന്മനസായേവ, അങ്ങയുടെ അങ്ങ് വിചാരിച്ചത് കൊണ്ട് തന്നെ എന്നാണ്. ത്വന്മനസായേവ സ നാരദമുനി, ആ നാരദ മഹർഷി എന്ത് ചെയ്തു, ഭോജീശ്വരം പ്രോചേ, കംസന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. പ്രോചേ എന്ന് പറഞ്ഞാൽ കംസനോട് പറഞ്ഞു, ഊചേ, കംസനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യൂയം അസുരാഹ, നിങ്ങളൊക്കെ അസുരന്മാരാ, കംസ നിങ്ങളൊക്കെ അസുരാംശജാതരാണ്, യാദവന്മാരൊക്കെ ദേവാംശജരുമാണ്, യാദവന്മാരൊക്കെ ദേവന്മാരാണ്, നിങ്ങളൊക്കെ അസുരന്മാരാണ് കേട്ടോ. അങ്ങേക്ക് അറിയില്ലേ? പ്രഭോ കിം ന ജാനാസി, പ്രഭോ ഇത് അങ്ങേക്ക് അറിഞ്ഞുകൂടെ? അങ്ങയും അങ്ങയുടെ വംശത്തിലുള്ളവരും അസുരന്മാരും യാദവന്മാരെല്ലാവരും ദേവന്മാരുമാണ്. മായാവി സഹരിഹി, ആ മഹാവിഷ്ണു ആകട്ടെ, ഹരിയാകട്ടെ മായാവിയാണ്. മായാവിയായ ആ വിഷ്ണു സുരപ്രാർത്ഥന, ദേവന്മാരുടെ അപേക്ഷ കൊണ്ട് അങ്ങയെ കൊല്ലാൻ വേണ്ടി അവതരിക്കാൻ ഭാവമുണ്ട്, അങ്ങയെ കൊല്ലാൻ വേണ്ടി അവതരിക്കും. ഇതി ഭവദ് വധകൃതേ, വധകൃതേ അങ്ങയെ കൊല്ലുന്നതിന്, ഭാവി അതിന് ഭാവമുണ്ട്, വിചാരിക്കുന്നുണ്ട്. ഇത് ആകർണ്യ, ഇങ്ങനെ കേട്ടിട്ട്, ആകർണ്യ എന്ന് പറഞ്ഞ കേട്ടിട്ട്, അസൗ യദൂൻ അദൂധുനത്, ഇതെല്ലാം കേട്ടിട്ട് കംസൻ യാദവന്മാരെ എല്ലാം, അസൗ യദൂൻ, ആ യാദവന്മാരെ എല്ലാം, അദൂധുനത് വല്ലാതെ വിഷമിപ്പിച്ചു. ശൗരേഹേ സൂനൂൻ, വസുദേവരുടെ കുട്ടികളെ ഹനിക്കുകയും ചെയ്തു. തിരിച്ചു കൊണ്ടുകൊള്ളാൻ പറഞ്ഞ കുട്ടിയെ അടക്കം എല്ലാ കുട്ടികളെയും, 6 കുട്ടികളെയും കംസൻ തിരിച്ചു വാങ്ങിച്ച് പാറയിൽ അടിച്ച് കൊന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വത്പ്രേരണാന്മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോ സച്ചിൽ സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം വരാം ദേഹി മേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അഹിപതൗ സപ്തമഗർഭതാം പ്രാപ്തേ, അങ്ങനെ 6 പ്രസവങ്ങൾ കഴിഞ്ഞു. ദേവകിയുടെ 6ാമത്തെ പ്രസവവും കഴിഞ്ഞു. ആ കുട്ടികളെ എല്ലാം കംസൻ വധിക്കുകയും ചെയ്തു. അതിനുശേഷം 7ാമതായിട്ട് ഗർഭം ധരിച്ചത് ആരെയാണ്? സർപ്പരാജനായ ആദിശേഷനെയാണ്. ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥ ഉണ്ടായി. മാധവ ത്വത്പ്രേരണാൽ, അങ്ങ് മാധവനായ അങ്ങയുടെ പ്രേരണയാൽ, അല്ലയോ മാധവ, ലക്ഷ്മീപതേ, മാധവൻ എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മിയുടെ ഭർത്താവായ അങ്ങുന്ന് അവിടുത്തെ പ്രേരണയാൽ മായാദേവി ആ ഗർഭത്തെ രോഹിണിയിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ, ഭോ വിഭോ, അല്ലേ സർവവ്യാപിൻ, സച്ചിദാനന്ദ സ്വരൂപനായ അവിടുന്നും ദേവകിയുടെ ഉദരത്തിൽ ഗർഭമായി പ്രവേശിച്ചു. അപ്പോ സർപ്പരാജനായ ആദിശേഷൻ ആദ്യം ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു.
അതിനുശേഷം മായാഭഗവതിയുടെ സഹായത്തോടെ ആ ഗർഭത്തെ വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണി ഇപ്പോൾ കംസന്റെ യദുക്കളെ ദ്രോഹിക്കുന്ന അവസ്ഥയായതുകൊണ്ട് രോഹിണി നന്ദഗോപരുടെ ഗൃഹത്തിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. വസുദേവരുടെ നിർദ്ദേശപ്രകാരം വസുദേവരുടെ സുഹൃത്തായ നന്ദഗോപരുടെ ഗൃഹത്തിൽ രോഹിണി അഭയം പ്രാപിച്ച് അവിടെ കഴിയുകയാണ്. അങ്ങനെയുള്ള ആ രോഹിണിയുടെ ഉദരത്തിലേക്ക് ഈ ദേവകിയിൽ ഉണ്ടായ ഗർഭത്തെ മായാഭഗവതി രോഹിണി ഗർഭത്തിലേക്ക് മാറ്റി. അപ്പോൾ ദേവകിയുടെ ഗർഭത്തിൽ ഇപ്പോൾ ഗർഭപാത്രത്തിൽ ശിശുവില്ല. അതായത് ഒരു വാർത്തയുണ്ടായി അവിടെയല്ല. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നൊരു വാർത്ത അവിടെയെല്ലാം വ്യാപിച്ചു. അതിനുശേഷം ഭഗവാൻ ആ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചു. ദേവക്യാ ജഠരം എന്ന് പറഞ്ഞാല് വയറ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് വിവേശിത പ്രവേശിച്ചു എന്നാണ്. കൃഷ്ണ സുരൈഹി സംസ്തൂയമാനഃ. ഹേ കൃഷ്ണ, ദേവന്മാർ അസ്സലായി സ്തുതിച്ച അവിടുന്ന് രോഗപടലീം വിധൂയമേ പരാം ഭക്തിം ദേഹി. സകലവിധ രോഗങ്ങളെയും നിശേഷം അകറ്റിയിട്ട് എനിക്ക് ഉത്കൃഷ്ടമായ ഭക്തിയെ തന്നരുളുമാറാകണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ദശകം സമാപിപ്പിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.